ബി.ജെ.പിയുടെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്താൽ 24 മണിക്കൂറിനപ്പുറത്ത് കേരള സംസ്ഥാനത്ത് ഇത് ഷോൺ ജോർജിന്റെ വാക്ക്. ഷോൺ ജോർജ് മതം മാറ്റിയാണോ പാർവതിനെ കല്യാണം കഴിച്ചത്? നമ്പൂരി കുട്ടിക്ക് 5 ലക്ഷം, നായർ കുട്ടിക്ക് 4 ലക്ഷം, ക്രിസ്ത്യൻ കുട്ടിക്ക് 4 ലക്ഷം, ഈഴവ കുട്ടിക്ക് 3 ലക്ഷം, പട്ടികജാതി കുട്ടിക്ക് 2 ലക്ഷം. കരിങ്കുടി കാണിച്ച അവരുടെ ഒരിക്കലും ഒരു കരിങ്കുടി പ്രകടനവും ഒരു മിനിസ്റ്റർ ദേഹോദ്രവം ചെയ്ത ചരിത്രമില്ല. ചെയ്തിട്ടുണ്ട്. ആരാ ചെയ്തിട്ടുണ്ട്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തിട്ടുണ്ട്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ് ചില്ല് പൊട്ടിച്ച് അദ്ദേഹം ആശുപത്രി ആയിട്ടുണ്ട്. വേറെ ആരും ഇന്ന് വരെയും ഇത്ര കാര്യങ്ങൾ ആക്രമണങ്ങൾ കലാശിച്ചില്ല. വളരെ ചുരുക്കമാണ്. എന്തുകൊണ്ട് ബി.ജെ.പി നേതാക്കൾ അല്ലെങ്കിൽ ഷോൺ ജോർജിന്റെ ഒരു അഭിപ്രായം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കണ്ടില്ല എന്നുള്ളതാണ്? അന്ന് എല്ലാവരും പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യം. നഗ്നയായി ചിത്രീകരിക്കുന്നതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം? നാളെ ഇനി എൻ്റെ മകള് ഒരു മുസ്ലിമിനെയോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയോ ഒരു ഹിന്ദുവിനെ കല്യാണം കഴിച്ചാൽ ഷോൺ ജോർജിന് ബി.ജെ.പിയുടെ പിന്തുണ ഉണ്ടായിരുന്നു. ഷോൺ ജോർജ് ബി.ജെ.പിക്കാരനായിരുന്നു. അതുകൊണ്ടാണ് ആർക്ക് പറ്റൂ? ബീഫ് കഴിക്കരുതെന്ന് എൻ്റെ രാഷ്ട്രീയ പാർട്ടി ഇന്ന് വരെ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഓപ്പണായിട്ട് പറയുന്നു, ഞാൻ ബീഫ് കഴിക്കുന്ന മനുഷ്യനാണ്. 25 വർഷമായി സജീവ രാഷ്ട്രീയത്തിലുള്ള എനിക്ക് ഞാനായിട്ട് ജീവിച്ചു എന്ന് തോന്നിയത് ഈ 2 വർഷമാണ്. അപ്പോൾ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഇതിൻ്റെയൊക്കെ പുറകിൽ മാഫിയുണ്ട്. ആ മാഫിയയുടെ കയ്യിൽ നിന്നും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ഇതിൻ്റെ പണം കൈപ്പറ്റുന്നു. നല്ല ചെറുക്കനാണ്, കുഴപ്പമൊന്നുമില്ല. അവൻ്റെ 2 അടിയുടെ കുറവുണ്ട്. അത് കൊടുത്ത് അവനെ കൊണ്ട് ആ ഉളമ്പാറ ഇടുക ശരിയാവും.